കഴിഞ്ഞ ദിവസം തുറന്നുകൊടുത്ത ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചതായി റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞതായി അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ കപ്പലുകൾക്കെതിരായ ഉപരോധം അമേരിക്ക തുടരുന്നതുകൊണ്ടാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉപരോധം എന്നതിന്റെ മറവിൽ അമേരിക്ക കടൽ കൊള്ളയും കടൽ മോഷണവും തുടരുകയാണെന്ന് IRGCയുടെ സംയുക്ത സൈനിക കമാൻഡ് പറയുന്നു. ഈ കാരണത്താൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. ഈ തന്ത്രപ്രധാനമായ ജലപാത ഇപ്പോൾ സായുധ സേനയുടെ കർശനമായ നിയന്ത്രണത്തിന് കീഴിലാണ്. IRGCയെ ഉദ്ധരിച്ചുള്ള ഇറാനിയൻ ബ്രോഡ്കാസ്റ്ററിന്റെ പ്രസ്താവനയിൽ ഇതാണ് പറയുന്നത്. ഇറാനിൽ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചും സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അമേരിക്ക പുനഃസ്ഥാപിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്കിന്റെ നില കർശനമായി നിയന്ത്രിക്കപ്പെടുകയും പഴയ അവസ്ഥയിൽ തുടരുകയും ചെയ്യുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ ചർച്ചകൾ പ്രകാരം എത്തിച്ചേർന്ന കരാറുകൾ അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴി പരിമിതമായ എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും നിയന്ത്രിതമായി കടത്തിവിടാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആവർത്തിച്ചുള്ള വാഗ്ദാന ലംഘനങ്ങളുടെ ചരിത്രമുള്ള അമേരിക്കക്കാർ ഉപരോധത്തിന്റെ മറവിൽ കൊള്ളയിലും കടൽ കൊള്ളയിലും ഏർപ്പെടുന്നത് തുടരുകയാണെന്നും ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വക്താവായ ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം സോൾഫാക്കാരി പറയുന്നു. അതിനാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സായുധ സേനയുടെ കർശനമായ മാനേജ്മെന്റിനും നിയന്ത്രണത്തിനും കീഴിലാണ്. ഇറാൻ കപ്പലുകൾക്ക് പൂർണ്ണമായ നാവിഗേഷൻ സ്വാതന്ത്ര്യം അമേരിക്ക അംഗീകരിക്കുന്നില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതി കർശനമായി നിയന്ത്രിക്കപ്പെടുകയും അതിന്റെ മുൻ അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ മേലെയുള്ള നാവിക ഉപരോധം തുടരാനാണ് തീരുമാനമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചു പൂട്ടുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമുസ് തുറക്കാൻ തീരുമാനിച്ചെങ്കിലും ഉപരോധം ശക്തമായി തുടരുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചെങ്കിലും ഇറാനുമായി സമാധാന കരാറിലെത്തും വരെ ഉപരോധം തുടരും എന്നാണ് അമേരിക്കയുടെ നയം. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് ലഭിക്കുമെന്നും മിക്ക കാര്യങ്ങളിലും ധാരണയിൽ എത്തിയതിനാൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉപരോധം നിലനിൽക്കൂ എന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ബുധനാഴ്ചകം ചർച്ചകളിൽ ധാരണയായില്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിക്കണം എന്ന പുതിയ ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് മുഴക്കുന്നത്. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ചകളിൽ ബുധനാഴ്ചകം തീരുമാനമായില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കും എന്നാണ് അമേരിക്ക ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എയർഫോഴ്സ് 1-ൽ വെച്ചാണ് മാധ്യമങ്ങളോടുള്ള ട്രംപിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഒരുപക്ഷെ ഞാൻ അത് നീട്ടില്ലായിരിക്കാം എന്നായിരുന്നു വെടിനിർത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള ട്രംപിന്റെ മറുപടി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ദീർഘകാല കരാറിൽ എത്തിയില്ലെങ്കിൽ നിർഭാഗ്യവശാൽ ബോംബ് വർഷം വീണ്ടും ആരംഭിക്കുമെന്നും ട്രംപ് പറയുന്നു. ഈ സംഘർഷങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഇറാൻ വ്യോമപാത ഭാഗികമായി തുറന്നുകൊടുത്തിരുന്നു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ വ്യോമപാത ട്രാൻസിറ്റ് വിമാനങ്ങൾക്കായി ലഭ്യമാണെന്ന് ഇറാന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്നലെ അറിയിച്ചിരുന്നു. എങ്കിലും ഈ പ്രഖ്യാപനങ്ങൾ വന്ന് മണിക്കൂറുകൾക്ക് ശേഷവും പ്രായോഗികമായി വലിയ മാറ്റങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇപ്പോഴും ഇറാന് മുകളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കി ദൂരം കൂടിയ പാതകളിലൂടെയാണ് ലക്ഷ്യസ്ഥാനങ്ങൾ എത്തിച്ചേരുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആക്രമണം നടത്തിയതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ വ്യോമപാത അടച്ചിട്ടിരിക്കുകയായിരുന്നു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിലവിലെ ഈ ഭാഗികമായ തുറന്നുകൊടുക്കൽ.